എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇന്ന് നടക്കാനിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ മത്സരമാണിത്. മുംബൈ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെന്നൈയെ 1 ഗോളിന് തകർത്താണ് വരുന്നത്. നമ്മൾ തോറ്റിട്ടാണ്, മോഹൻ ബഗാനുമായിട്ട് തോറ്റിട്ടാണ് വരുന്നത്. നമ്മൾ വളരെ മോശം പെർഫോമൻസിൽ നിന്നാണ് അവരെ നേരിടാനിറക്കുന്നത്. അവർ അത്യാവശ്യം സ്റ്റാൻഡേർഡ് പെർഫോമൻസാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അവരെ സിറ്റി ഗ്രൂപ്പ് കൈവിട്ടുവെങ്കിലും അവർക്ക് ഒരു പിടി നല്ല താരങ്ങൾ, ഇന്ത്യൻ കളിക്കാരും ഒരു പിടി നല്ല ഫോറിൻ താരങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഫുൾ ഫോറിൻ താരങ്ങളില്ലെങ്കിൽ കൂടി അവർക്ക് എന്തുണ്ട്, നല്ല ഇന്ത്യൻ പ്ലേയേഴ്സ്, ഇന്ത്യൻ സ്ക്വാഡ് വാല്യൂ ഉണ്ട്, സ്ക്വാഡ് ഡെപ്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം അവരുടെ ഡയാസൊക്കെ, ഇപ്പോൾ അവരുടെ ഫോറിൻ പ്ലേയേഴ്സൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളവർ തന്നെയാണ്. ഇപ്പം മോഹൻ ബഗാനോട് മുട്ടി നിൽക്കുമെന്ന് വെച്ചാൽ യെസ്, നമ്മളെപ്പോലെ പൊട്ടക്കളിയൊന്നും കളിക്കുന്നവരല്ല. ഇതിൽ കുറച്ച് എക്സ്പെക്റ്റഡ് 11 ഞാൻ ഈ വീഡിയോയിൽ പറയാനിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു പ്രിഡിക്ഷനിൽ സ്കോറ് കേരള ബ്ലാസ്റ്റേഴ്സ് 2-0 മുംബൈയെ പരാജയപ്പെടുത്തും. അല്ലെങ്കിൽ നമ്മൾ തോൽക്കുകയാണ് സംഭവിക്കണമെങ്കിൽ നമ്മൾ 2-0 തന്നെ പരാജയപ്പെടും എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ 1 ഗോളിന് ജയിക്കും. അവർ നമ്മളെ തോൽപ്പിക്കുകയാണെങ്കിൽ 2-0 നമ്മളെ തോൽപ്പിക്കും. എൻ്റെ ഫൈനൽ പ്രഡിക്ഷന് നമ്മൾ ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ അങ്ങനെ ജയിച്ചല്ലേ പറ്റൂ. അതായത് ഉള്ളിൻ്റെ തോൽക്കുന്ന ഉറപ്പാണെങ്കിൽ കൂടി നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കാറ്. ഇതിപ്പോൾ തോൽക്കുമെന്ന് ഉറപ്പാണോ അറിയില്ല, നമുക്ക് ഇന്ന് മനസ്സിലാവും നമ്മുടെ കളി എത്രത്തോളം ഉണ്ടെന്ന്. ഞാൻ എക്സ്പെക്റ്റഡ് 11 പറയുകയാണ്. മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്ന് ആദ്യം സ്ട്രൈക്കറായിക്കൊണ്ട് ഡയാസ് വരും. ഫോർവേഡിൽ ഡയാസ്, വിക്രം പ്രതാപ്, ചാങ്തെ എന്നീ പ്ലേയേഴ്സിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. മിഡ്ഫീൽഡിൽ ബ്രാൻഡൻ നൗഫൽ, ജോണി കൗക്കു, അതുപോലെ തന്നെ ഗ്യാൻ എന്നീ പ്ലേയേഴ്സുകളെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ബാക്കിൽ ആകാശ് ഉണ്ട്, പിന്നെ ന്യൂണോ ഉണ്ട്, അവരുടെ പോർച്ചുഗീസ് താരം സെൻറ്റർ ബാക്ക് ന്യൂണോ. പിന്നെ ലെഫ്റ്റ് ബാക്കിൽ ആകാശ് മിശ്ര, അത് ഞാൻ പറയാതെ വിട്ടുപോയതാണ്, അറിയില്ല. ലെഫ്റ്റ് ബാക്കിൽ ആകാശ് മിശ്ര, സെൻറ്റർ ബാക്കിൽ ന്യൂണോ, പിന്നെ സെൻറ്റർ ബാക്കിൽ നമുക്ക് നെയ്ത്താൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്. റൈറ്റ് ബാക്കിൽ ഉറപ്പിച്ച നിങ്ങൾ വാൽപൂയെ എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ പൂർവാലച്ചമ്പ ഗോൾ കീപ്പറായിട്ടുണ്ടാവും, അത് പിന്നെ എല്ലാവർക്കും ഉറപ്പായൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രൈക്കറെ കൊണ്ട് വിക്ടർ ബർട്ടോമുവും, അതിനുശേഷം ലെഫ്റ്റ് വിങ്ങിൽ കെവിൻ യോക്കയും, പിന്നെ കോറു സിംഗും, പിന്നെ മാർലോണും, ഡാനിഷും, മറ്റിയാസും, റൗളിനും, വിപിനും മിഡ്ഫീൽഡിലായിട്ടുണ്ടാവും. ലെഫ്റ്റ് ബാക്കിൽ നവോച്ച, സെൻറ്റർ ബാക്കിൽ ഒമർ, മറ്റേ സെൻറ്റർ ബാക്കിൽ വികാസ്, റൈറ്റ് ബാക്കിൽ ഐബാന്. അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു എക്സ്പെക്റ്റഡ് 11. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളിന്ന് ജയിക്കാൻ പറ്റും. നമ്മൾ ഏത് രീതിയിൽ കളിക്കണം എന്ന് വെച്ചാൽ, എന്നാൽ കഴിഞ്ഞ കളിയൊന്നും പോലെ കളിച്ചാൽ പോരാ, നമ്മൾ മോഹൻ ബഗാൻ്റെ വീക്ക് പോയിൻറ്റുകൾ നോക്കി തന്നെ കളിക്കണം എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് നമ്മുടെ നമുക്ക് വീക്ക് പോയിൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ കപ്പിലെ ആ സ്ട്രെങ്തി സ്കോഡൊന്നും നമുക്കിപ്പോൾ ഇല്ല. നമ്മുടെ സൂപ്പർ കപ്പിൽ ആ സ്കോഡിനെ വരെ അവർ മലർത്തിയടിച്ചതാണ്. അവർക്കൊരു പ്രോപ്പർ സ്കോഡില്ലാത്ത ടൈമിൽ നമ്മളത് മലർത്തിയടിച്ചത്. ഇപ്പോൾ അവർക്കൊരു പ്രോപ്പർ സ്കോഡ്, നമുക്കൊരു സ്കോഡ് ഉണ്ടെങ്കിലും അത് എത്രത്തോളം കളിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഗോൾ കീപ്പർ എന്തായാലും സച്ചിനായിരിക്കും, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്നത്തെ മത്സരത്തിൽ നമ്മളിപ്പം വിങ് ബാക്കിൽ ഞാൻ പ്രതീക്ഷിച്ച ഐബനെയും നവോച്ചയാണെന്ന് പറഞ്ഞു. അതിന് പകരം കോച്ചെങ്ങാനും സന്ദീപിനായിട്ട് ഇറക്കിയാൽ പണി മൊത്തത്തിൽ പാളും. കാരണം ഇപ്പോൾ ഇവരാണെങ്കിൽ പോലും, ഐബനും നവോച്ചയാണെങ്കിൽ പോലും വളരെ ശ്രദ്ധിക്കണം അവരുടെ വിങ്ങർമാരായ വിക്രമിനെയും, അതുപോലെ തന്നെ ചാങ്തെയൊക്കെ വളരെ അപകടകാരിയാണെന്ന് പറയാം. പിന്നെ അവരുടെ പെരേര ഡിയാസ് എന്ന് പറഞ്ഞ സ്ട്രൈക്കറെ പറ്റി ഞാൻ പിന്നെ പറയേണ്ടതില്ല. അദ്ദേഹം മാത്രമേൽ അപകടകാരിയാണ്. ഞാൻ ഞാൻ ചെറിയ മിസ്റ്റേക്ക് വരുത്തി. മിഡ്ഫീൽഡിൽ ബ്രാൻഡനും, ചിലപ്പോൾ ഡിഫൻസീവ് മിഡിൽ ജോണി കോക്കുവും വരാൻ ചാൻസ് കൂടുതലാണ്. അത് ജോണി കോക്കുവിനെ ഉൾപ്പെടുത്തിയില്ല. പിന്നെ അവരുടെ ഓട്ടിസിൻ്റെ ഇഞ്ചുറിയാണ്. ഞാൻ പറയട്ടെ, ജോണി കോക്കുവിനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ കാര്യം തീരും എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഈ സ്പേസ് ക്രിയേഷനൊക്കെ വളരെ മികച്ചൊരു പ്ലെയറാണ്. അതുപോലെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ടാവുക വെച്ചാൽ അതൊരു വലിയൊരു കാര്യമാണ് ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കിപ്പം ആ ഏരിയയിലേക്കുള്ളത് മത്യാസ് ഹെർണാണ്ടസാണ്. അദ്ദേഹത്തിന് എത്രത്തോളം ഈ പറയുന്ന കോക്കുവുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം കോക്കു വളരെ ഡേഞ്ചറാണ് എന്നുള്ളതാണ്. അവരുടെ വിങ്ങേഴ്സിനൊക്കെ നല്ല രീതിക്ക് ബോൾ സപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പ്ലെയറാണ്. നമ്മുടെ ഡിഫൻസിന് നല്ല രീതിക്ക് തലവേദന ഉണ്ടാക്കും.
പക്ഷേ അദ്ദേഹത്തിന് പഴയ ആ ഒരു ഫോമിലേക്ക് എത്താൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. എന്നാലും കൂടി അദ്ദേഹം വളരെ ഡേഞ്ചറസ് പ്ലെയർ തന്നെയാണ് സ്റ്റിൽ. എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ളൊരു പ്ലെയറും കൂടിയായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്കതൊന്നും കഴിയില്ലല്ലോ. പക്ഷെ അയാൾ നല്ല കളിയാണെന്ന് തന്നെ പറയാം. അയാൾ നമുക്കിട്ട് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. കോക്കു അല്ലെങ്കിൽ പെരേര ഡിയാസ്. ഞാൻ അദ്ദേഹത്തെ പറ്റി വീണ്ടും പറയുന്നുണ്ട്. ഒമർബയും പെരേര ഡിയാസും തമ്മിലുള്ള നല്ലൊരു പോരാട്ടം നമുക്കിന്ന് കാണാം എന്നുള്ളതാണ്. ഒമർബ എന്ന് പറഞ്ഞ ഡിഫൻഡറും പെരേര ഡിയാസ് എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ച അർജൻറ്റീനിയൻ സ്ട്രൈക്കറും തമ്മിൽ നല്ലൊരു പോരാട്ടം. എനിക്കൊന്ന് രണ്ടുപേരും അത്യാവശ്യം ഫിസിക്കലായിട്ടുള്ള ഗെയിം കളിക്കുന്നവരാണ്. പെരേര ഡിയാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രസ്ട്രേറ്റിംഗ് ആക്കും. സോ ഡിഫൻഡേഴ്സൊക്കെ അദ്ദേഹത്തെ പിടിച്ചിട്ട് അടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് റെഡ് കാർഡും യെല്ലോ കാർഡും ഒക്കെ കിട്ടുമെന്നുള്ളതാണ്. സോ മര്യാദയ്ക്ക് കളിക്കണം നമ്മൾ. ഒന്നാമത് അവരെ തോൽപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ വീക്ക് പോയിൻറ്റുകളിൽ കയറി പിടിക്കുക എന്നുള്ളതാണ്. റൈറ്റ് ബാക്കിലെ വാൽപൂയ, അദ്ദേഹത്തെയും നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹമാണ് അവരുടെ ഡിഫൻസിലെ ഒരു വലിയ ശക്തി. പിന്നെ ആകാശ് മിശ്രയൊക്കെയായിട്ട് നമ്മുടെ കെവിൻ യോക്കയൊക്കെ ഇപ്പോൾ അവർക്കൊരു ചലഞ്ച് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കെവിൻ യോക്കെ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവരണം. കെവിൻ യോക്കെ നമ്മുടെ ആകാശ് മിശ്രയ്ക്ക് ഒരു പണി ആവട്ടെ എന്ന് തന്നെ വിചാരിക്കാം. അപ്പം അവിടെ നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിനെയാണ് ഇപ്പം കൊണ്ടുവരണമെങ്കിൽ കാര്യങ്ങളാകെ കുഴയും. കാരണം ആകാശ് മിശ്രയൊക്കെ പിടിച്ച് നിർത്തുക എന്നാൽ കുറച്ച് പണിയായിരിക്കും. സോ അവിടെ കെവിനൊക്കെ അദ്ദേഹത്തിന് ചലഞ്ച് കൊടുത്തുകൊണ്ട് നിന്നാൽ നല്ലതാണ്. കെവിന് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ മാർലോണെ ഞാൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ലെവലിൽ അത് ഫസ്റ്റത്തെ മത്സരമായിട്ടായിരിക്കാം മാർലോണെ ഇറക്കാണ്ടിരുന്നത്. മാർലോൺ നല്ലൊരു പ്ലെയർ തന്നെയാണ്. മുംബൈ പോലൊരു ടീമിനെതിരെ വേണം. ഇപ്പം നമുക്കൊരു ഞാൻ എന്തായാലും ഡാനിഷിനൊക്കെ എന്തായാലും പ്രതീക്ഷയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടൊന്നും എന്തായാലും കോക്കു പോലുള്ളൊരു അവരുടെ ഡിഫൻസീവ് മിഡ് താരത്തെ ഒന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. റൗളിനുണ്ട്, എന്നാലും പറയാൻ പറ്റില്ല. മത്യാസ് ഹെർണാണ്ടസിന് ഇഞ്ചുറി ആണെന്ന് കേൾക്കുന്നുണ്ട്. എന്താ സത്യാവസ്ഥ എന്നൊന്നും അറിയില്ല. മത്സരം കളിക്കുമെന്ന്. അദ്ദേഹം കളിച്ചാൽ നല്ലത്. സോ അത്രയൊക്കെ പറയാനുള്ളത്. നമ്മൾ അത്യാവശ്യം നന്നായി കളിക്കണം. അവർക്ക് ഒരുപാട് പോസിറ്റീവുകളുണ്ട്. അതൊക്കെ നമ്മൾ തോൽപ്പിക്കണം. മാത്രമല്ല കൊച്ചിയിലാണ് മത്സരം. നമ്മുടെ ഒരുപാട് കാലത്തിന് ശേഷം നമുക്ക് കൊച്ചിയിൽ ഒരു മത്സരമാണ് എന്നുള്ളതാണ്. ഒരുപാട് ആരാധകർ അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന പല ആൾക്കാരും അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ അവർക്കൊക്കെ ഒരു നല്ല കളി കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. സോ ബൈ.